ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി ചോക്ലേറ്റ് റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കേക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 3/4 കപ്പ് മൈദ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്കോ സ്പാച്ചില യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്രാന്യൂൾസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പൊടിച്ച പഞ്ചസാരയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വാനില എസൻസും 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറുതായി ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി, ഒരുമിച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ഈ കേക്ക് ബേറ്ററിലേക്ക് നേരത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു കോഫി മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് 1 ടീസ്പൂണാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ബാറ്റർ കുറച്ചൊരു തിക്കായിട്ട് തോന്നിയുണ്ട് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഇനി എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 160 ഡിഗ്രിയിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇനി ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഫ്ലോർ മിക്സ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ബട്ടർ ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബട്ടർ നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഗ്രാന്യൂൾസാണ്. അപ്പം കുറച്ചുകൂടി നല്ലത് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിയുന്നതും അത് പൊടിച്ചെടുക്കുക പഞ്ചസാര. അപ്പം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് മിക്സായിട്ട് വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് വടിച്ചിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു എഗ്ഗ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ആ എഗ്ഗ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് വേണ്ട, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ആ എഗ്ഗും ബട്ടറും കൂടി ഒന്ന് മിക്സ് ആവുന്നവരെ മാത്രം. ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1/4 കപ്പ് ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് വെൽവെറ്റിൻ്റെ എമൾഷനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കളറിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എമൾഷൻ ചേർത്ത് കൊടുക്കുമ്പോൾ അധികം ചേർത്ത് കൊടുക്കരുത്. അപ്പം ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പം എമൾഷൻ ആകുമ്പം കുറച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കളർ പോരാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും കളർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് 160 ഡിഗ്രിയിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗനാഷ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിലും ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത്
മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഗനാഷ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ചോക്ലേറ്റൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നന്നായിട്ട് സ്റ്റിഫായി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടി കൊടുക്കുക. അങ്ങനെ നല്ല വിപ്പിംഗ് ക്രീം സ്റ്റിഫാവുന്നതിനനുസരിച്ചിട്ട് സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. അവസാനം നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇപ്പം നന്നായിട്ട് വിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. നമുക്ക് കേക്കൊന്ന് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു ബേസിൻ്റെ മുകളിൽ കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ആദ്യം ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കും. ചോക്ലേറ്റ് കേക്കും റെഡ് വെൽവെറ്റ് കേക്കും 2 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പാലാണ്. പാലിലേക്ക് 1/2 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചോക്ലേറ്റ് സ്പോഞ്ച് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗനാഷ് കൂടി ഒന്ന് ചേർത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സ്പോഞ്ച് വെച്ച് കൊടുക്കുകയാണ്. അതും മിൽക്ക് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ മുകളിൽ ഞാൻ ഗനാഷ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് കൂടി ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് റെഡ് വെൽവെറ്റ് സ്പോഞ്ച് കൂടി വെച്ച് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ നന്നായിട്ട് ക്രീം വെച്ച് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഗനാഷ് കേക്കിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കേക്ക് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ മുകളിലായിട്ട് ഗനാഷ് ഒലിക്കുന്നതിന് കൂടെ തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു പ്രിൻ്റായിട്ട് കിട്ടും. നല്ല ഭംഗിയാണിത് കാണാനായിട്ട് കേട്ടോ. ഗനാഷ് ഒലിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക, കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ക്രീം ആവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതിൻ്റെ താഴെ റെഡ് റിബൺ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒരു സിലിക്കൺ മോൾഡിൽ ഒഴിച്ച് കൊടുത്തിട്ട് എടുത്തതാണ്. അത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് തട്ടി കൊടുത്തതാണ് കേട്ടോ. സിലിക്കൺ മോൾഡിൽ ആദ്യം കുറച്ച് റെഡ് കളർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ് അതിൻ്റെ മുകളിൽ ഡിസൈനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.